നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ സ്വന്തം മഴക്കാടായ സൈലൻറ്റ് വാലി ആണ്. കേരളത്തിൻ്റെ സ്വന്തം മഴക്കാടാണ് സൈലൻറ്റ് വാലി. വെറുമൊരു മഴക്കാട് മാത്രമല്ല സൈലൻറ്റ് വാലി. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രദേശങ്ങളിലൊന്നാണ്. നീലഗിരി കുന്നുകളിൽ വ്യാപിച്ചു കിടക്കുന്ന സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2000-ലധികം സസ്യവർഗ്ഗങ്ങൾ, 40-ലധികം സസ്തനികൾ, 200-ഓളം പക്ഷിവിഭാഗങ്ങൾ, 2236 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സൈലൻറ്റ് വാലിയെ സമ്പന്നമാക്കുന്ന ജീവിവർഗ്ഗങ്ങളാണ് ഇവയൊക്കെ. ജീവലോകത്തെ പല പുതുമുഖങ്ങളെയും സൈലൻറ്റ് വാലിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത ഒരു ജീവിവർഗമാണ്. സിംഹവാലൻ കുരങ്ങ് ലോകത്ത് കാണപ്പെടുന്ന ഒരേ ഒരു പ്രദേശം കേരളത്തിലെ സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ മാത്രമാണ്. സിംഹവാലൻ കുരങ്ങ് കൂടാതെ അത്യപൂർവമായ ഒട്ടേറെ പക്ഷികളും ചിത്രശലഭങ്ങളുമൊക്കെ സൈലൻറ്റ് വാലിയുടെ പ്രത്യേകതയാണ്. സൈലൻറ്റ് വാലി മഴക്കാടുകൾ ജൈവസമ്പത്തിൻ്റെ അമൂല്യ ഖനിയാണ്. ഈ അമൂല്യ ഖനി തിരിച്ചറിഞ്ഞത് 1847-ലാണ്. സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റിൻ്റെ ഗവേഷണങ്ങളാണ് സൈലൻറ്റ് വാലി എന്ന മഴക്കാട് നിറഞ്ഞ ജൈവസമ്പത്തിൻ്റെ അമൂല്യ ഖനിയെ തിരിച്ചറിയുവാൻ ഇടയാക്കിയത്. 1914-ൽ സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 1977-ലാണ് സൈലൻറ്റ് വാലിയെ ബയോസ്ഫിയർ റിസർവ് ആയി പ്രഖ്യാപിച്ചത്. ഇവിടെ ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുവാൻ ഗവൺമെൻറ് ആലോചിച്ചെങ്കിലും പ്രകൃതി സ്നേഹികളുടെ എതിർപ്പുകളെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. 1984 നവംബർ 15-ന് സൈലൻറ്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു. 1914-ൽ സൈലൻറ്റ് വാലി നാഷണൽ റിസർവ് ഫോറസ്റ്റായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 1978-ൽ IUCN-ൻ്റെ നിർദ്ദേശപ്രകാരം സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രമായി സൈലൻറ്റ് വാലി തിരഞ്ഞെടുക്കപ്പെട്ടു. 1979-ൽ സൈലൻറ്റ് വാലി സംരക്ഷണ നിയമം നിലവിൽ വന്നു. 1984-ൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു. 1985-ൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അത് നാഷണൽ പാർക്കായി ഉദ്ഘാടനം ചെയ്ത് ലോകത്തിന് തുറന്നുകൊടുത്തു. പലതരം പക്ഷികളുടെ ആവാസ സ്ഥലമാണ് സൈലൻറ്റ് വാലി മഴക്കാടുകൾ. 150-ൽ പരം പക്ഷിവർഗ്ഗങ്ങളെ സൈലൻറ്റ് വാലിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചിലത് സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. എണ്ണത്തിൽ മുമ്പൻ ബ്ലാക്ക് ബുൾബുൾ എന്ന ഇനം പക്ഷിയാണ്. ബേഡ്സ് ഇൻ്റർനാഷണൽ ലിസ്റ്റിൻ്റെ കണക്ക് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന 10-ലധികം പക്ഷിവർഗ്ഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി മഴക്കാടുകൾ. IUCN-ൻ്റെ കണക്കിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന 10ഓളം പക്ഷി വർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. നീലഗിരി വുഡ് പീജിയൻ, മലബാർ പാരക്കിറ്റ്, മലബാർ ഗ്രേ ബോൺഹിൽ, നീലഗിരി പിഷിറ്റ് എന്നിങ്ങനെ നീളുന്നു ഈ പക്ഷികളുടെ നീണ്ട നിര. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 3000-ലധികം ചെടികൾ നീലഗിരി മഴക്കാടിൽ ഉണ്ട്. ഈ പഠനം തെളിയിച്ചത് അമേരിക്കയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ മികച്ച ഗവേഷണ പഠന റിപ്പോർട്ടിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 35ഓളം സസ്തനികളുടെ വാസസ്ഥലമാണ് സൈലൻറ്റ് വാലി. ഇവയെ കൂടാതെ നീലഗിരി ലങ്കൂർ, മലയണ്ണാൻ, വരയാടുകൾ,
വിവിധ ഇനം വവ്വാലുകൾ, കടുവ, പുലി എന്നിവ, വിവിധ ഇനം വെരുകുകൾ, ആന, മാൻ, ഇങ്ങനെ വിവിധ ഇനം സസ്തനികളുടെ നീണ്ട ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി മഴക്കാടുകൾ. 750ഓളം പ്രാണിവർഗങ്ങൾ സൈലൻറ്റ് വാലിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചീവീടുകൾ, പുൽച്ചാടികൾ, വണ്ടുകൾ തുടങ്ങിയവയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ ആകർഷണ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി. ഇവ കാട്ടിലെ സസ്യങ്ങളുടെ പരാഗണങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചിത്രശലഭങ്ങളാണ്. ഇതിനെല്ലാം പുറമെ ധാരാളം സൂക്ഷ്മജീവികളും സൈലൻറ്റ് വാലിയിൽ ഉണ്ട്. വിവിധ ഇനം ആൽഗകൾ, ലൈക്കനുകൾ, പന്നലുകൾ തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ പ്രധാനികളാണ്. 135ലധികം കുടുംബത്തിൽപ്പെടുന്ന ഏകദേശം 970 ഇനം പൂച്ചെടികൾ സൈലൻറ്റ് വാലിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ ഇനം പുല്ലുവർഗ്ഗങ്ങൾ, പായലുകൾ തുടങ്ങിയവ എണ്ണിയാലൊടുങ്ങാത്തത്ര സൈലൻറ്റ് വാലി കാടുകളിൽ ഉണ്ട്. സൈലൻറ്റ് വാലി കാട്ടിൽ മാത്രം വളരുന്ന ഓർക്കിഡുകൾ, വംശനാശ ഭീഷണി നേരിടുന്ന പല ചെടികൾ, ഇവയെല്ലാം സൈലൻറ്റ് വാലിയിൽ സുരക്ഷിതമായി വളരുകയാണ്. ഈ സസ്യങ്ങൾ മനുഷ്യർക്ക് പലതരത്തിൽ പ്രയോജനം ചെയ്യുന്നവയാണ്. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ചേരുവകൾ സൈലൻറ്റ് വാലി കാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈലൻറ്റ് വാലി കാട്ടിലെ ജീവികളുടെ നിലനിൽപ്പ് അവിടുത്തെ മരങ്ങളെയും മറ്റ് സസ്യങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് കുരങ്ങുപ്ലാവ് എന്ന മരം. വലിപ്പത്തിൽ കേമന്മാരായ ഈ മരങ്ങൾ സൈലൻറ്റ് വാലി കാടുകളിൽ ധാരാളമുണ്ട്. കേരളത്തിലെ മഴക്കാടുകളുടെ മുകൾത്തട്ടിൽ പാലി, കൽപ്പയിൻ, കമ്പകം, വെള്ളപ്പയിൻ, വെള്ളകിൽ, ചുരുളി, പുന്നപ്പ, വെൺകോട്ട, ചീനി തുടങ്ങിയ മരങ്ങളാണ് പ്രധാനമായും കാണുന്നത്. ഇടത്തട്ടിൽ ചേര്, നെടിനാർ, വഴന, തെള്ളിപ്പയിൻ, വെട്ടി, മരോട്ടി, കുങ്കുമപ്പൂമരം, വട്ട, ചോരക്കായ തുടങ്ങിയ മരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കാട്ടുകറിവേപ്പ്, മലങ്കാര, ഏലം, കരക്കുറിഞ്ഞി, കൂവ എന്നീ ചെടികൾ, ചൂരൽ, കാട്ടുകുരുമുളക്, രാമദന്തി, പരണ്ടവള്ളി തുടങ്ങിയവ അടിത്തട്ടിൽ വളരുന്ന സൈലൻറ്റ് വാലിയിലെ സസ്യവർഗ്ഗങ്ങളാണ്. സൈലൻറ്റ് വാലിയിലെ മരങ്ങൾ വളരെ പഴക്കം ചെന്നവയാണ്. മഴക്കാടുകൾ ഭൂമിയുടെ ജലസംഭരണിയാണ്. ഭൂമിയിൽ പെയ്യുന്ന മഴയുടെ നല്ലൊരു ശതമാനം മഴക്കാടുകളുടെ അടിത്തട്ടിൽ സംഭരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പല നദികളും ശുദ്ധജലത്തിൻ്റെ പ്രധാന സ്രോതസ്സ് കൂടികളാണ്. സൈലൻറ്റ് വാലിയുടെ അതിർത്തി പ്രദേശമായ അട്ടപ്പാടിയിലും മറ്റും ആദിവാസി ഊരുകളുണ്ട്. ഇരുളർ, അഡിഗർ, മുഡുഗർ തുടങ്ങിയ പ്രധാന ഗോത്രങ്ങൾ അട്ടപ്പാടിയിലെ സൈലൻറ്റ് വാലി പ്രദേശ മഴക്കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ഗോത്രവർഗ വിഭാഗക്കാരാണ്. കാടിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുറുമ്പർ വിഭാഗക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പല മാർഗങ്ങളും സർക്കാരും വനം വകുപ്പും നടത്തുന്നുണ്ട്. കാടിനുള്ളിലെ കൊള്ളയും കയ്യേറ്റവും തടയുന്നതിന് അവരെ വനം വകുപ്പിൻ്റെ ഗാർഡുമാരായും ടൂറിസ്റ്റ് ഗൈഡുകളായും ഗോത്രവർഗക്കാരിൽ നിന്ന് ചിലരെ നിയമിച്ച് സർക്കാർ അവരെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ സ്വന്തം മഴക്കാടായ സൈലൻറ്റ് വാലിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.